എല്ലാവർക്കും സ്വാഗതം. നമ്മൾ കഴിഞ്ഞ ക്ലാസ്സുകളിലായിട്ട് എസ്റ്റിമേറ്റേഴ്സിന്റെ രണ്ട് പ്രധാനപ്പെട്ട പ്രോപ്പർട്ടീസിനെ കുറിച്ച് പഠിച്ചു. ഫസ്റ്റത്തെ അൺബയാസ്ഡ്നെസ് ആയിരുന്നു, രണ്ടാമത്തേത് കൺസിസ്റ്റൻസി ആയിരുന്നു. ഇനി നമ്മൾ പഠിക്കാൻ പോകുന്നത് മൂന്നാമത്തെ പ്രോപ്പർട്ടിയായ എഫിഷ്യൻസിനെ കുറിച്ചാണ്. ഇനി ആ പ്രോപ്പർട്ടി എന്താണെന്ന് നോക്കാം. Let T1 and T2 be two unbiased estimator of a parameter theta. If variance of T1 is less than variance of T2, then T1 is said to be more efficient than T2. That is, as variance of an estimator decreases, its efficiency increases. അതായത് രണ്ട് അൺബയാസ്ഡ് എസ്റ്റിമേറ്റർ നമുക്കുണ്ട്. അതാണ് T1 T2 എന്ന് പറയുന്നത്. അപ്പോൾ ഇത് രണ്ടും അൺബയാസ്ഡ് എസ്റ്റിമേറ്റേഴ്സ് എന്ന് പറയുമ്പോൾ നമുക്ക് എങ്ങനെ പറയാം? എക്സ്പെക്ടേഷൻ ഓഫ് T1 തീറ്റയാണ്, എക്സ്പെക്ടേഷൻ ഓഫ് T2 തീറ്റയാണ്. ഇനി ഈ രണ്ട് എസ്റ്റിമേറ്റേഴ്സിൽ, അതായത് T1ലും T2ലും ഏതാണ് എഫിഷ്യന്റ് എസ്റ്റിമേറ്റർ എന്നറിയാൻ വേണ്ടിയിട്ട് നമ്മൾ ഈ T1ന്റെയും T2ന്റെയും വേരിയൻസ് കാണും. അപ്പോൾ വേരിയൻസ് ഓഫ് T1 കാണും, വേരിയൻസ് ഓഫ് T2 കാണും. ഇതില് ഏത് വേരിയൻസ് ആണോ ചെറുത് അതിനെയാണ് നമ്മൾ എഫിഷ്യന്റ് എസ്റ്റിമേറ്റർ എന്ന് പറയുക. ഇപ്പോൾ വേരിയൻസ് ഓഫ് T1 ആണ് വേരിയൻസ് ഓഫ് T2നേക്കാൾ ചെറുതെങ്കിൽ T1 ആണ് മോസ്റ്റ് എഫിഷ്യന്റ് എസ്റ്റിമേറ്റർ ദാൻ T2. നേരെ തിരിച്ചാണെങ്കിൽ T2 ആണ് മോസ്റ്റ് എഫിഷ്യന്റ് എസ്റ്റിമേറ്റർ ദാൻ T1. അതാണ് ഇവിടെ പറയുന്നത്. ഇനി നമ്മൾ വേരിയൻസ് ഓഫ് T2 ബൈ വേരിയൻസ് ഓഫ് T1 എന്ന് പറയുന്നതിനെ റിലേറ്റീവ് എഫിഷ്യൻസി ഓഫ് T2 വിത്ത് റെസ്പെക്ട് ടു T1 എന്ന് പറയും. നമ്മൾ ചെക്ക് ചെയ്യുന്നത് വേരിയൻസ് ഓഫ് T2 ബൈ വേരിയൻസ് ഓഫ് T1 എന്ന് പറയുന്നത് നമുക്ക് ലെസ് ദാൻ 1 ആയിട്ട് കിട്ടിക്കഴിഞ്ഞാൽ ഇതിൽ നിന്ന് എങ്ങനെ എഴുതാം? വേരിയൻസ് ഓഫ് T2 ലെസ് ദാൻ വേരിയൻസ് ഓഫ് T1 എന്ന് എഴുതാം. അപ്പൊ നമുക്ക് എന്ത് പറയാം? T2 ആണ് മോസ്റ്റ് എഫിഷ്യന്റ് ആയ എസ്റ്റിമേറ്റർ എന്ന് പറയാം. ഇനി നമുക്ക് ഇതിന് കുറച്ച് എക്സാമ്പിൾസ് നോക്കാം. ഫസ്റ്റത്തെ പ്രോബ്ലം ഇതാണ്. പ്രൂവ് ദാറ്റ് ഇൻ എസ്റ്റിമേറ്റിംഗ് ദ മീൻ ഓഫ് നോർമൽ പോപ്പുലേഷൻ സാമ്പിൾ മീൻ ഈസ് മോർ എഫിഷ്യന്റ് ദാൻ സാമ്പിൾ മീഡിയൻ. പോപ്പുലേഷൻ മീൻ കാണാൻ വേണ്ടിയിട്ട് നമ്മൾ ഉപയോഗിക്കുന്ന എസ്റ്റിമേറ്റേഴ്സ് ആണ് സാമ്പിൾ മീനും സാമ്പിൾ മീഡിയനും. അതിൽ ബെസ്റ്റ് എസ്റ്റിമേറ്റർ സാമ്പിൾ മീൻ ആണെന്ന് പ്രൂവ് ചെയ്യാനാണ് നമ്മളോട് പറഞ്ഞിരിക്കുന്നത്. സാമ്പിൾ മീനായ എക്സ് ബാർ ഫോളോ ചെയ്യുന്നത് നോർമൽ ഡിസ്ട്രിബ്യൂഷൻ വിത്ത് മീൻ മ്യൂവും സ്റ്റാൻഡേർഡ് ഡീവിയേഷൻ സിഗ്മ ബൈ √n ആണെന്ന് നമ്മൾ പഠിച്ചിട്ടുണ്ട്. കൂടാതെ കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ മീഡിയൻ ഫോളോ ചെയ്യുന്നത് ഒരു റിസൾട്ടായിട്ട് പഠിച്ചു. നോർമൽ ഡിസ്ട്രിബ്യൂഷൻ വിത്ത് മീൻ മ്യൂവും സ്റ്റാൻഡേർഡ് ഡീവിയേഷൻ √π/2 സിഗ്മ ബൈ √n ആണെന്ന് പഠിച്ചു. ഓക്കെ, അതായത് വേരിയൻസ് ഓഫ് എക്സ് ബാർ എന്ന് പറഞ്ഞാൽ എന്താണ്? സിഗ്മ സ്ക്വയർ ബൈ n ആണ്. ഇനി വേരിയൻസ് ഓഫ് മീഡിയൻ എന്താണ്? π/2 സിഗ്മ സ്ക്വയർ ബൈ n ആണ്. ഇതിൽ ഏതാണ് ലീസ്റ്റ് വേരിയൻസ്? ഇവിടെ സിഗ്മ സ്ക്വയർ ബൈ n ആണ്, ഇവിടെ സിഗ്മ സ്ക്വയർ ബൈ n ആണ്. പക്ഷെ ഇവിടെ ഒരു π/2 പോസിറ്റീവായ π/2നെ കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്തിട്ടുണ്ട്. അപ്പൊ ഇതിൽ നിന്ന് നമുക്ക് എന്ത് പറയാം? വേരിയൻസ് ഓഫ് എക്സ് ബാർ ലെസ് ദാൻ വേരിയൻസ് ഓഫ് മീഡിയൻ എന്ന് പറയാം. അതായത് ഈ എക്സ് ബാറും മീഡിയനും എന്തിന്റെ അൺബയാസ്ഡ് എസ്റ്റിമേറ്റർ ആണ്? മ്യൂവിന്റെ, പോപ്പുലേഷൻ മീനായ മ്യൂവിന്റെ അൺബയാസ്ഡ് എസ്റ്റിമേറ്റർ ആണ്. എക്സ്പെക്ടേഷൻ ഓഫ് എം എന്ന് പറയുന്നത് മ്യൂ ആണ്. ഇത് രണ്ടും നമ്മൾ കഴിഞ്ഞ ക്ലാസ്സുകളിലായിട്ട് പ്രൂവ് ചെയ്തിട്ടുണ്ട്. ഇനി ഈ രണ്ട് എസ്റ്റിമേറ്ററിൽ ഏതാണ് മോസ്റ്റ് എഫിഷ്യന്റ് എന്ന് അറിയാൻ വേണ്ടിയിട്ട് നമ്മൾ അതിന്റെ വേരിയൻസ് ചെക്ക് ചെയ്തു. നമ്മൾ ഇതിന്റെ രണ്ടിന്റെയും ഡിസ്ട്രിബ്യൂഷൻ പഠിച്ചതാണ്. അപ്പൊ അതിന്റെ വേരിയൻസ് നമുക്കറിയാം. വേരിയൻസ് നോക്കിക്കഴിഞ്ഞപ്പോൾ വേരിയൻസ് ഓഫ് എക്സ് ബാർ ആണ് വേരിയൻസ് ഓഫ് എമ്മിനേക്കാൾ ചെറുതെന്ന് കിട്ടി. അപ്പൊ നമുക്ക് ഇതിൽ എന്ത് പറയാം? എക്സ് ബാർ ആണ് മോസ്റ്റ് എഫിഷ്യന്റ് എസ്റ്റിമേറ്റർ എന്ന് പറയാം. അടുത്ത എക്സാമ്പിൾ ഇതാണ്. x1, x2, x3 are 3 independent observation from a population with the mean mu and variance sigma square.
അതായത് x1ഉം x2ഉം x3 നമ്മൾ എവിടെ നിന്നാണ് എടുത്തിരിക്കുന്നത്? നോർമൽ പോപ്പുലേഷനിൽ നിന്നാണ്. മീൻ മ്യൂ ആണ്, വേരിയൻസ് സിഗ്മ സ്ക്വയർ ആണ്. പിന്നെ നമ്മളോട് പറഞ്ഞിരിക്കുന്നത് if t1 എന്ന് ഡിഫൈൻ ചെയ്തിരിക്കുന്നത് x1 പ്ലസ് x2 മൈനസ് x3 എന്നാണ്. t2 എന്ന് ഡിഫൈൻ ചെയ്തിരിക്കുന്നത് 2x1 പ്ലസ് 3x2 മൈനസ് 4x3 ആണ്. ആർ ടു എസ്റ്റിമേറ്റ്സ് ഓഫ് മ്യൂ. t1ഉം t2ഉം എന്തിന്റെ എസ്റ്റിമേറ്റേഴ്സ് ആണ്? പോപ്പുലേഷൻ മീനായ മ്യൂവിന്റെ എസ്റ്റിമേറ്റ് ആണ്. അതിന്റെ എഫിഷ്യൻസി കമ്പയർ ചെയ്യാനാണ് പറഞ്ഞിരിക്കുന്നത്. അപ്പൊ നമുക്ക് ഇവിടെ തന്നിരിക്കുന്നത് 2 എസ്റ്റിമേറ്റ്സ് എന്നേ പറഞ്ഞിട്ടുള്ളൂ, ബയാസ്ഡ് എസ്റ്റിമേറ്റർ ആണെന്ന് പറഞ്ഞിട്ടില്ല. അപ്പൊ നമ്മള് ഈ 2 എസ്റ്റിമേറ്ററും t1ഉം t2ഉം അൺബയാസ്ഡ് ആണോ എന്ന് നോക്കണം. അപ്പൊ എങ്ങനെ വരും? എക്സ്പെക്ടേഷൻ ഓഫ് t1 ആണ് കാണേണ്ടത്. അതായത് എക്സ്പെക്ടേഷൻ ഓഫ് x1 പ്ലസ് x2 മൈനസ് x3. അതായത് ഇതിനെങ്ങനെ എഴുതാം? എക്സ്പെക്ടേഷൻ ഓഫ് x1 പ്ലസ് എക്സ്പെക്ടേഷൻ ഓഫ് x2 മൈനസ് എക്സ്പെക്ടേഷൻ ഓഫ് x3 എന്ന് എഴുതാം. അതായത് എക്സ്പെക്ടേഷൻ ഓഫ് x1 എന്തായിരിക്കും? നമ്മൾ നോർമൽ പോപ്പുലേഷൻ വിത്ത് മീൻ മ്യൂവും വേരിയൻസ് സിഗ്മ സ്ക്വയറും ആയ ഡിസ്ട്രിബ്യൂഷനിൽ നിന്നാണ് ഈ സാമ്പിൾ എടുത്തിരിക്കുന്നത്. അപ്പൊ അതുകൊണ്ട് എക്സ്പെക്ടേഷൻ ഓഫ് x1 എന്ന് പറയുന്നത് മ്യൂ ആണ്, എക്സ്പെക്ടേഷൻ ഓഫ് x2 മ്യൂ ആണ്, മൈനസ് എക്സ്പെക്ടേഷൻ ഓഫ് x3 മ്യൂ ആണ്. അപ്പൊ ഇതിൽ നിന്ന് എന്ത് വരും? മ്യൂ എന്ന് വരും. അതായത് പോപ്പുലേഷൻ മീനായ മ്യൂവിന്റെ അൺബയാസ്ഡ് എസ്റ്റിമേറ്റർ ആണ് t1 എന്ന് നമുക്ക് കിട്ടി. t1 ഈസ് ആൻ അൺബയാസ്ഡ് എസ്റ്റിമേറ്റർ ഓഫ് മ്യൂ ആണ്. ഇനി നമുക്ക് ഇതുപോലെ t2ഉം അൺബയാസ്ഡ് ആണോ എന്ന് ചെക്ക് ചെയ്യണം. അപ്പൊ എങ്ങനെ വരും? എക്സ്പെക്ടേഷൻ ഓഫ് t2 ഈക്വൽ ടു എക്സ്പെക്ടേഷൻ ഓഫ് 2x1 പ്ലസ് 3x2 മൈനസ് 4x3 എന്ന് വരും. അതായത് കോൺസ്റ്റന്റുകളൊക്കെ ഔട്ട്സൈഡ് എടുത്ത് നമുക്ക് ഇതിനെ എങ്ങനെ എഴുതാം? 2 ഇൻറ്റു എക്സ്പെക്ടേഷൻ ഓഫ് x1 പ്ലസ് 3 ഇൻറ്റു എക്സ്പെക്ടേഷൻ ഓഫ് x2 മൈനസ് 4 ഇൻറ്റു എക്സ്പെക്ടേഷൻ ഓഫ് x3 എന്ന് എഴുതാം. അതായത് 2 ഇൻറ്റു മ്യൂ പ്ലസ് 3 ഇൻറ്റു മ്യൂ മൈനസ് 4 ഇൻറ്റു മ്യൂ എന്ന് വരും. അതായത് ഇത് 5 മ്യൂ ആണ്, 5 മ്യൂന്ന് 4 മ്യൂ പോയാൽ മ്യൂ എന്ന് വരും. അതായത് t2 ഈസ് ആൻ അൺബയാസ്ഡ് എസ്റ്റിമേറ്റർ ഓഫ് മ്യൂ ആണെന്ന് കിട്ടി. അപ്പോൾ t1ഉം t2 അൺബയാസ്ഡ് എസ്റ്റിമേറ്റർ ആണെന്ന് കിട്ടി. ഇനി നമുക്ക് ഈ t1ലും t2ലും ഏതാണ് മോസ്റ്റ് എഫിഷ്യന്റ് ആയിട്ടുള്ളതെന്ന് നോക്കണം. അപ്പൊ ആദ്യം നമ്മൾ കിട്ടുന്ന 2 എസ്റ്റിമേറ്ററും അൺബയാസ്ഡ് ആണെന്ന് നോക്കണം. അതിനുശേഷമാണ് എഫിഷ്യൻസി ചെക്ക് ചെയ്യുക. അൺബയാസ്ഡ് ആണെന്ന് തന്നിട്ടുണ്ടെങ്കിൽ നമുക്ക് എന്ത് ചെയ്യാം? എഫിഷ്യൻസി ഡയറക്റ്റ് ചെക്ക് ചെയ്യാം. ഇനി നമ്മൾ t1ന്റെയും t2ന്റെയും വേരിയൻസ് ചെക്ക് ചെയ്യാണ്. അതായത് എങ്ങനെ വരും? വേരിയൻസ് ഓഫ് t1, അതായത് വേരിയൻസ് ഓഫ് x1 പ്ലസ് x2 മൈനസ് x3 എന്ന് വരും. ഇവിടെ നമുക്ക് x1ഉം x2ഉം x3 ഇൻഡിപെൻഡന്റ് ആണെന്ന് തന്നിട്ടുണ്ട്. അപ്പൊ കൊവേരിയൻസ് ടേം വരില്ല. അപ്പൊ നമുക്ക് ഇതിനെ എങ്ങനെ എഴുതാം? വേരിയൻസ് ഓഫ് x1 പ്ലസ് വേരിയൻസ് ഓഫ് x2 പ്ലസ് വേരിയൻസ് ഓഫ് x3 എന്ന് വരും. നമുക്ക് എന്തറിയാം? വേരിയൻസ് ഓഫ് x1 പ്ലസ് x2 എന്ന് പറഞ്ഞാൽ വേരിയൻസ് ഓഫ് x1 പ്ലസ് വേരിയൻസ് ഓഫ് x2 പ്ലസ് 2 ഇൻറ്റു കൊവേരിയൻസ് ഓഫ് x1 x2 ആണ്. ഇനി വേരിയൻസ് ഓഫ് x1 മൈനസ് x2 എന്ന് പറഞ്ഞാൽ വേരിയൻസ് ഓഫ് x1 പ്ലസ് വേരിയൻസ് ഓഫ് x2 മൈനസ് 2 ഇൻറ്റു കൊവേരിയൻസ് ഓഫ് x1 x2 എന്നാണ്. അതായത് ഇവിടെ മൈനസ് വന്നാലും അത് കൊവേരിയൻസ് ടേമിനെയാണ് എഫക്ട് ചെയ്യുക. അവിടെയാണ് മൈനസ് ടേം വരിക. അപ്പൊ നമുക്കിത് ഇൻഡിപെൻഡന്റ് ആയതുകൊണ്ട് കൊവേരിയൻസ് ടേം വരില്ല. അപ്പോൾ നമുക്ക് ഇതിനെ എങ്ങനെ എഴുതാം? വേരിയൻസ് ഓഫ് x1 പ്ലസ് വേരിയൻസ് ഓഫ് x2 പ്ലസ് വേരിയൻസ് ഓഫ് x3 എന്ന് എഴുതാം. ഇത് നമ്മൾ മുന്നേ പഠിച്ചിരിക്കുന്ന റിസൾട്ട് ആണ്. പിന്നെ എന്ത് പഠിച്ചിട്ടുണ്ട്? വേരിയൻസ് ഓഫ് ax എന്ന് പറഞ്ഞാൽ a ഒരു കോൺസ്റ്റന്റ് ആണെങ്കിൽ അതെന്താണ്? a സ്ക്വയർ ഇൻറ്റു വേരിയൻസ് ഓഫ് x ആണ്. അപ്പൊ ഇവിടെ എങ്ങനെ വരും? വേരിയൻസ് ഓഫ് x1 എന്ന് പറയുന്നത് നമ്മൾ നോർമൽ പോപ്പുലേഷനിൽ നിന്നാണ് എടുത്തത്. വേരിയൻസ് സിഗ്മ സ്ക്വയർ ആണെന്ന് നമുക്കറിയാം. അപ്പൊ ഇത് സിഗ്മ സ്ക്വയർ പ്ലസ് സിഗ്മ സ്ക്വയർ പ്ലസ് സിഗ്മ സ്ക്വയർ എന്ന് വരും.
അതായത് 3 സിഗ്മ സ്ക്വയർ എന്ന് വരും. ഇനി വേരിയൻസ് ഓഫ് T2 കാണാണ്. വേരിയൻസ് ഓഫ് T2 കാണുമ്പോൾ വേരിയൻസ് ഓഫ് 2x1 പ്ലസ് 3x2 മൈനസ് 4x3 എന്ന് എടുക്കാം. ഇവിടെ നമുക്കിനി ഇതിനെ എങ്ങനെ സ്പ്ലിറ്റ് ചെയ്ത് എഴുതാം? വേരിയൻസ് ഓഫ് 2x1 കാരണം ഇൻഡിപെൻഡന്റ് ആയതുകൊണ്ടാണ്, പ്ലസ് വേരിയൻസ് ഓഫ് 3x2 പ്ലസ് വേരിയൻസ് ഓഫ് 4x3. ഈ മൈനസ് ഇവിടെ ബാധിക്കില്ല, മൈനസ് കൊവേരിയൻസ് ടേമിലാണ് വരുള്ളൂ. ഇവിടെ ഇപ്പൊ ഏത് ഫോമുല കിടക്കുന്നത്? AX എന്ന് പറയുന്ന ഫോമുലാണ് കിടക്കുന്നത്. അപ്പൊ നമുക്ക് ഈ കോൺസ്റ്റന്റിനെ ഔട്ട്സൈഡ് എടുക്കാം. അപ്പൊ അത് സ്ക്വയർ ആവും. അപ്പൊ 4 ഇൻറ്റു വേരിയൻസ് ഓഫ് x1 പ്ലസ് 9 ഇൻറ്റു വേരിയൻസ് ഓഫ് x2 പ്ലസ് 16 ഇൻറ്റു വേരിയൻസ് ഓഫ് x3 എന്ന് വരും. അതായത് വേരിയൻസ് ഓഫ് x1 നമുക്ക് എന്താണെന്ന് അറിയാം, സിഗ്മ സ്ക്വയർ ആണെന്ന് അറിയാം. അപ്പൊ 4 ഇൻറ്റു സിഗ്മ സ്ക്വയർ പ്ലസ് 9 ഇൻറ്റു സിഗ്മ സ്ക്വയർ പ്ലസ് 16 ഇൻറ്റു സിഗ്മ സ്ക്വയർ എന്ന് വരും. അതായത് 29 സിഗ്മ സ്ക്വയർ എന്ന് വരും. ഇവിടെ 29 സിഗ്മ സ്ക്വയർ ആണ്, ഇവിടെ 3 സിഗ്മ സ്ക്വയർ ആണ്. അപ്പൊ ഇതിൽ ഏതാണ് ചെറുത്? വേരിയൻസ് ഓഫ് T1 ആണ് വേരിയൻസ് ഓഫ് T2നേക്കാൾ ചെറുത്. അപ്പൊ നമുക്ക് എന്ത് പറയാം? T1 ആണ് മോസ്റ്റ് എഫിഷ്യന്റ് എസ്റ്റിമേറ്റർ എന്ന് പറയാം. അടുത്ത പ്രോബ്ലം ഇതാണ്. ഷോ ദാറ്റ് ഫോർ എ സാമ്പിൾ ഓഫ് സൈസ് n ഡ്രോൺ ഫ്രം എ നോർമൽ പോപ്പുലേഷൻ വിത്ത് മീൻ മ്യൂ ആൻഡ് വേരിയൻസ് സിഗ്മ സ്ക്വയർ. അപ്പൊ നമ്മളൊരു സാമ്പിൾ ഓഫ് സൈസ് n ചൂസ് ചെയ്തിരിക്കുകയാണ്. ഇത് ഏത് പോപ്പുലേഷനിൽ നിന്നാണ്? xi ഫോളോസ് നോർമൽ വിത്ത് മീൻ മ്യൂ വേരിയൻസ് സിഗ്മ സ്ക്വയർ. അങ്ങനെയാണെങ്കിൽ ഒരു സ്റ്റാറ്റിസ്റ്റിക് ഡിഫൈൻ ചെയ്യുന്നുണ്ട്. മ്യൂ ക്യാപ് ദാറ്റ് ഈസ് ഈക്വൽ ടു 1/n+1 സമ്മേഷൻ i ഈക്വൽ ടു 1 to n xi ഈസ് ദ മോസ്റ്റ് എഫിഷ്യന്റ് ഫോർ എസ്റ്റിമേറ്റിംഗ് മ്യൂ ത്രൂ ഇറ്റ് ഈസ് ബയാസ്ഡ്. അതായത് മ്യൂ ക്യാപ്പ് നമുക്ക് മോസ്റ്റ് എഫിഷ്യന്റ് എസ്റ്റിമേറ്റർ ആണെന്ന് പ്രൂവ് ചെയ്യണം. ഏതിലൂടെയാണ്? ആക്ച്വലി ഈ എസ്റ്റിമേറ്റർ ബയാസ്ഡ് ആണ്, പക്ഷെ നമുക്ക് അൺബയാസ്ഡിലൂടെയാണ് നമ്മൾ ഇത്ര നേരം എഫിഷ്യന്റ് എസ്റ്റിമേറ്റേഴ്സിന് പ്രൂവ് ചെയ്തുകൊണ്ടിരുന്നത്. അപ്പൊ ഇത് ബയാസ്ഡ് ആണ് എന്ന് വെച്ചുകൊണ്ട് തന്നെ ഇത് മോസ്റ്റ് എഫിഷ്യന്റ് ആണെന്ന് പ്രൂവ് ചെയ്യണം. അപ്പൊ നമുക്ക് തന്നിരിക്കുന്നത് മ്യൂ ക്യാപ്പ് ആണ്. ഇവിടെ മ്യൂ ക്യാപ്പ് എന്ന് ഡിഫൈൻ ചെയ്തിരിക്കുന്നത് 1/n+1 സമ്മേഷൻ i ഈക്വൽ ടു 1 to n xi എന്നാണ്. നമുക്ക് ഇതിന്റെ എക്സ്പെക്ടേഷൻ ഒന്ന് കണ്ടു നോക്കാം. അപ്പൊ എക്സ്പെക്ടേഷൻ ഓഫ് മ്യൂ ക്യാപ്പ് എന്ന് പറയുന്നത് എക്സ്പെക്ടേഷൻ ഓഫ് 1/n+1 സമ്മേഷൻ ഓവർ i ഈക്വൽ ടു 1 to n xi എന്നാണ്. ഈ 1/n+1 നമുക്ക് സൈഡ് എടുക്കാം. 1/n+1 എക്സ്പെക്ടേഷൻ ഓഫ് സമ്മേഷൻ i ഈക്വൽ ടു 1 to n xi എന്നാണ്. നമ്മൾ എക്സ് ബാർ ഡിഫൈൻ ചെയ്യുന്നത് 1/n സമ്മേഷൻ ഓവർ i ഈക്വൽ ടു 1 to n xi എന്നാണ്. അപ്പൊ ഇതിൽ നിന്ന് സമ്മേഷൻ i ഈക്വൽ ടു 1 to n xi നമുക്ക് n x ബാർ എന്ന് എഴുതാം. അതായത് 1/n+1 എക്സ്പെക്ടേഷൻ ഓഫ് n x ബാർ. ഇനി ഈ n കോൺസ്റ്റന്റ് ആണ്, അത് ഔട്ട്സൈഡ് എടുക്കുമ്പോൾ n/n+1 എക്സ്പെക്ടേഷൻ ഓഫ് എക്സ് ബാർ എന്ന് വരും. എക്സ് ബാർ എന്ന് പറയുന്നത് സാമ്പിൾ മീൻ ആണ്. എക്സ് ബാർ ഫോളോ ചെയ്യുന്നത് നോർമൽ ഡിസ്ട്രിബ്യൂഷൻ വിത്ത് മീൻ മ്യൂവും സ്റ്റാൻഡേർഡ് ഡീവിയേഷൻ സിഗ്മ/√n ആണെന്ന് നമ്മൾ പഠിച്ചിട്ടുണ്ട്. അപ്പൊ നമുക്ക് ഇതിൽ നിന്ന് മീൻ എന്താണ്? മ്യൂ ആണ്. അപ്പൊ n/n+1 മ്യൂ എന്ന് എഴുതാം. അപ്പൊ ഇവിടെ നിന്ന് നമുക്ക് തന്നെ കിട്ടി മ്യൂ ക്യാപ്പ് എന്ന് പറയുന്നത് മ്യൂവിന്റെ അൺബയാസ്ഡ് എസ്റ്റിമേറ്റർ അല്ല. പക്ഷെ നമ്മുടെ ക്വസ്റ്റ്യനിൽ പറഞ്ഞിരിക്കുന്നത് ഈ ബയാസ്ഡ്നെസ് നിലനിർത്തിക്കൊണ്ട് തന്നെ നമുക്ക് എന്ത് പ്രൂവ് ചെയ്യണം? മ്യൂ ക്യാപ്പ് ആണ് മ്യൂവിന്റെ എഫിഷ്യന്റ് എസ്റ്റിമേറ്റർ എന്ന് പ്രൂവ് ചെയ്യണം. ഇതിന് നമ്മൾ ചെയ്യുന്നത്, ഇനി ഈ മ്യൂ ക്യാപ്പിന്റെ വേരിയൻസ് എന്താണെന്ന് എടുത്തു നോക്കും. ആ വേരിയൻസ് വെച്ചിട്ടാണ് നമ്മൾ ഇത് പ്രൂവ് ചെയ്യുന്നത്. അപ്പൊ അതെങ്ങനെയാണെന്ന് ഇനി നോക്കാം. അതായത് മ്യൂ ക്യാപ്പ് എന്ന് പറയുന്നത് 1/n+1 സമ്മേഷൻ ഓവർ i ഈക്വൽ ടു 1 to n xi എന്നുള്ളതാണ്. നമുക്ക് ഇതിനൊന്ന് ജസ്റ്റ് മാറ്റി എഴുതാം. അതായത് എക്സ് ബാർ എന്ന് പറയുന്നത് 1/n സമ്മേഷൻ ഓവർ i ഈക്വൽ ടു 1 to n xi ആയതുകൊണ്ട് സമ്മേഷൻ xi നമുക്ക് n x ബാർ എന്ന് എഴുതാം. അപ്പൊ ഇതെങ്ങനെ മാറും? n/n+1 x ബാർ എന്ന് വരും. ഇനി വേരിയൻസ് ഓഫ് മ്യൂ ക്യാപ്പ് കണ്ടു കഴിഞ്ഞാൽ വേരിയൻസ് ഓഫ് മ്യൂ ക്യാപ്പ് എന്ന് പറയുന്നത് വേരിയൻസ് ഓഫ്
n/n+1 എക്സ് ബാർ എന്നാണ്. ഇനി x1, x2, എക്സെട്ര xn എന്ന് പറയുന്നത് റാൻഡം സാമ്പിൾ ആണെന്ന് പറഞ്ഞിട്ടുണ്ട്. അപ്പൊ നമുക്ക് ഇതിൽ നിന്ന് എന്ത് പറയാം? ഇൻഡിപെൻഡന്റ് ആണെന്ന് പറയാം. ഇൻഡിപെൻഡന്റ് ആയതുകൊണ്ട് നമുക്ക് ഈ കോൺസ്റ്റന്റ് ഔട്ട്സൈഡ് എടുക്കാം. കോൺസ്റ്റന്റ് ഔട്ട്സൈഡ് എടുക്കുമ്പോൾ അതിന്റെ സ്ക്വയർ വരും. അതായത് n/n+1 എന്ന് വരും അതിന്റെ സ്ക്വയർ. കൂടാതെ നമുക്ക് വേരിയൻസ് ഓഫ് എക്സ് ബാർ എന്ന് എഴുതാം. വേരിയൻസ് ഓഫ് മ്യൂ ക്യാപ് ഡിവൈഡഡ് ബൈ വേരിയൻസ് ഓഫ് എക്സ് ബാർ എന്താണെന്ന് നോക്കാം. അതായത് ഇതിനെ ഇവിടെ ഈ സൈഡിൽ കൊണ്ട് ഡിവൈഡ് ചെയ്തു. അപ്പൊ അതെന്ന് പറയുന്നത് എന്താണ്? n/n+1 ഓൾ സ്ക്വയർ ആണ്. ഈ n/n+1നെ നമുക്ക് ഈ n-നെ ഇവിടെ കൊണ്ടുവന്ന് ഡിവൈഡ് ചെയ്ത് കഴിഞ്ഞാൽ 1/n/n എന്ന് പറയുന്ന 1+1/n എന്ന് പറയുന്ന ഫോമിലേക്ക് കിട്ടും. അതായത് 1-നേക്കാൾ കൂടുതലായ ഒരു സംഖ്യയാണ് എന്ത്? 1+1/n. അതായത് ഒരു പോസിറ്റീവ് സംഖ്യ കൊണ്ടാണ് ആഡ് ചെയ്തിരിക്കുന്നത്. അപ്പോൾ ന്യൂമറേറ്ററിനേക്കാൾ വലുതാണ് ഡിനോമിനേറ്റർ. അപ്പൊ ഇത് എന്തായിരിക്കും? ഇതിന്റെ വാല്യൂ എപ്പോഴും <1 ആയിരിക്കും. അപ്പോൾ ഇതിന്റെ ഈ <1 ആയ വാല്യൂവിന്റെ സ്ക്വയർ ആണ് ഇവിടെ വരുന്നത്. അതും എന്തായിരിക്കും? <1 ആയിരിക്കും. അപ്പൊ നമുക്ക് ഇതിൽ നിന്ന് എങ്ങനെ എഴുതാം? വേരിയൻസ് ഓഫ് മ്യൂ ക്യാപ് എന്ന് പറയുന്നത് വേരിയൻസ് ഓഫ് എക്സ് ബാർ എന്ന് എഴുതാം. അപ്പോൾ മ്യൂ ക്യാപ്പും എക്സ് ബാറും മ്യൂവിന്റെ എസ്റ്റിമേറ്റേഴ്സ് ആണ്. പക്ഷെ വേരിയൻസ് ഓഫ് മ്യൂ ക്യാപ്പ് ആണ് നമുക്കിവിടെ ചെറുതെന്ന് കിട്ടി. അപ്പൊ നമുക്ക് എന്തു പറയാം? എക്സ് ബാറിനേക്കാൾ എഫിഷ്യന്റ് ആയ എസ്റ്റിമേറ്റർ ആണ് എന്ത്? മ്യൂ ക്യാപ്പ് എന്ന് പറയാം. കൂടാതെ തൊട്ട് മുന്നത്തെ പ്രോബ്ലത്തില് നമ്മള് എന്ത് പറഞ്ഞിട്ടുണ്ട്? വേരിയൻസ് ഓഫ് എക്സ് ബാർ ആണ് വേരിയൻസ് ഓഫ് മീഡിയം എന്ന് പറഞ്ഞിട്ടുണ്ട്. ഇത് സാമ്പിൾ മീൻ ആണ്, ഇത് സാമ്പിൾ മീഡിയൻ ആണ്. അപ്പൊ ഇതൊരു പ്രോബ്ലം വഴി നോർമൽ പോപ്പുലേഷൻ എടുത്തപ്പോൾ നമ്മൾ പ്രൂവ് ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പൊ നമുക്ക് ഇവിടെ എങ്ങനെ എഴുതാം? വേരിയൻസ് ഓഫ് മീഡിയൻ ആണെന്ന് എഴുതാം. അതായത് ഈ രണ്ട് എസ്റ്റിമേറ്ററിനേക്കാളും എഫിഷ്യന്റ് ആയ ഒരു എസ്റ്റിമേറ്റർ ആണ് എന്ത്? മ്യൂ ക്യാപ്പ് എന്ന് പറയുന്നത്. അത് ബയാസ്ഡ് ആണെങ്കിൽ കൂടെ നമുക്ക് അതിൽ നിന്ന് ഇങ്ങനെ എഫിഷ്യന്റ് ആണ് എന്ന് സോൾവ് ചെയ്തെടുക്കാൻ പറ്റും. അടുത്ത എക്സാമ്പിൾ ഇതാണ്. ഇഫ് T1 and T2 are unbiased for theta, find lambda such that lambda T1 plus 1 minus lambda T2 has the least variance. അതായത് ഇവിടെ T1, T2 എന്ന് പറയുന്ന രണ്ട് അൺബയാസ്ഡ് ആയിട്ടുള്ള എസ്റ്റിമേറ്റർ തീറ്റയ്ക്ക് ഡിഫൈൻ ചെയ്തിട്ടുണ്ട്. അപ്പൊ നമുക്ക് അതിനെ എങ്ങനെ എഴുതാം? എക്സ്പെക്ടേഷൻ ഓഫ് T1 ഈക്വൽ ടു തീറ്റ എന്ന് എഴുതാം. എക്സ്പെക്ടേഷൻ ഓഫ് T2 ഈക്വൽ ടു തീറ്റ എന്ന് എഴുതാം. ഇനി ഇവിടെ വേറൊരു എസ്റ്റിമേറ്റർ ഡിഫൈൻ ചെയ്തിരിക്കുകയാണ്. അപ്പൊ ഇതിന് ലീസ്റ്റ് വേരിയൻസ് വരത്തക്ക വിധം ലാംഡ നമുക്ക് കണ്ടുപിടിക്കാനാണ് പറഞ്ഞിരിക്കുന്നത്. അതായത് നമുക്ക് ഇതിനൊരു പേര് കൊടുക്കാം. ടി ലാംഡ T1 പ്ലസ് 1 മൈനസ് ലാംഡ T2 എന്ന് കൊടുത്തു. അപ്പൊ ഇതിന്റെ വേരിയൻസിന് എടുക്കാൻ പോവാണ്. വേരിയൻസ് ഓഫ് ടി എന്ന് പറയുന്നത് വേരിയൻസ് ഓഫ് ലാംഡ T1 പ്ലസ് 1 മൈനസ് ലാംഡ T2 എന്ന് വരും. അതായത് നമുക്ക് ഇതിനെ എങ്ങനെ എഴുതാം? ലാംഡ കോൺസ്റ്റന്റ് ആണ്, അത് പുറത്തെടുത്ത് കഴിയുമ്പോൾ ലാംഡ സ്ക്വയർ വേരിയൻസ് ഓഫ് T1 പ്ലസ് ഇവിടെ 1 മൈനസ് ലാംഡ കോൺസ്റ്റന്റ് ആണ്, അപ്പൊ അത് പുറത്തെടുത്ത് കഴിയുമ്പോൾ 1 മൈനസ് ലാംഡ സ്ക്വയർ വേരിയൻസ് ഓഫ് T2 എന്ന് വരും. അപ്പൊ ഇനി ഈ വേരിയൻസ് മിനിമം ആകുന്ന തരത്തിൽ നമുക്ക് എന്ത് കണ്ടുപിടിക്കണം? ലാംഡന്റെ വാല്യൂ കണ്ടുപിടിക്കണം. അതായത് നമ്മൾ ഫംഗ്ഷന്റെ കേസിൽ പഠിച്ചിട്ടുണ്ട്. അതായത് f(x) എന്ന് പറയുന്ന ഒരു ഫംഗ്ഷൻ മിനിമം ആകുന്ന തരത്തിൽ എക്സിന്റെ വാല്യൂ എന്താണെന്ന് നമുക്ക് കണ്ടുപിടിക്കണം. അപ്പൊ അതിനെ നമ്മൾ സാധാരണ ചെയ്യുന്നത് f'(x) കാണും, എന്നിട്ട് അതിനെ ഇക്വേറ്റഡ് ടു 0 ആയിട്ട് ഇക്വേറ്റ് ചെയ്യും. എന്നിട്ട് എക്സിന്റെ ഒരു വാല്യൂ കണ്ടുപിടിക്കും. ഈ വാല്യൂ നമ്മൾ ഈ എഫിന്റെ സെക്കൻഡ് ഡെറിവേറ്റീവിൽ ഇട്ട് കൊടുക്കും. അപ്പൊ അത് ഗ്രേറ്റർ ദാൻ 0 എന്നാണ് നമുക്ക് കിട്ടിയെങ്കിൽ നമുക്ക് പറയാം എക്സ് എന്ന് പറയുന്നത് f(x)ന്റെ മിനിമം ആണെന്ന് പറയാം. അപ്പൊ ഈ ഒരു പ്രൊസീജിയർ ആണ് നമ്മൾ ഇവിടെ യൂസ് ചെയ്യുന്നത്. അപ്പൊ നമ്മൾ ആദ്യം ചെയ്യുന്നത് v'(t) കാണും. അതായത് ഈ വേരിയൻസ് ഓഫ് ടിന്റെ ഫസ്റ്റ് ഡെറിവേറ്റീവ് കാണാണ്. അപ്പൊ v'(t) എന്ന് പറയുന്നത് അതായത് f(x)ൽ നിന്ന് എക്സിന്റെ മിനിമം വാല്യൂ കാണാൻ വേണ്ടിയിട്ട് ഇതിനെ എക്സ് വെച്ചിട്ടാണ് നമ്മൾ ഡിഫറൻഷിയേറ്റ് ചെയ്യുന്നത്. അപ്പോൾ ഇതിൽ നിന്ന് നമുക്ക് ലാംഡന്റെ വാല്യൂ ആണ് കണ്ടുപിടിക്കേണ്ടത്. അപ്പൊ നമ്മൾ ലാംഡ വെച്ചിട്ടാണ് ഡിഫറൻഷിയേറ്റ് ചെയ്യുന്നത്. അപ്പൊ എങ്ങനെ വരും? 2 ലാംഡ വേരിയൻസ് ഓഫ് T1. അതായത് ഈ വേരിയൻസ് ഓഫ് T1നെ വേരിയൻസ് ഓഫ് T2നെ ഒരു കോൺസ്റ്റന്റ് ആയിട്ടാണ് കൺസിഡർ ചെയ്യുക.
പ്ലസ് 2 ഇൻറ്റു 1 മൈനസ് ലാംഡ, പിന്നെ ഇതിൻ്റെ ഒരു മൈനസ് ഉണ്ട്, ഇൻറ്റു -1 വേരിയൻസ് ഓഫ് T2 എന്ന് വരും. ഇനി നമ്മൾ വി ഡാഷ് ഓഫ് ടീനെ 0 ആയിട്ട് ഇക്വേറ്റ് ചെയ്യണം. അതായത് വി ഡാഷ് ഓഫ് ടി ഈക്വൽ ടു 0 ഇംപ്ലൈസ് 2 ലാംഡ വേരിയൻസ് ഓഫ് T1 മൈനസ് 2 ഇൻറ്റു 1 മൈനസ് ലാംഡ വേരിയൻസ് ഓഫ് T2 ഈക്വൽ ടു 0 എന്ന് വരും. ഈ ടേമിനെ അപ്പുറത്തെ സൈഡിലായിട്ട് കൊണ്ടുപോയാൽ 2 ലാംഡ വേരിയൻസ് ഓഫ് T1 ഈക്വൽ ടു 2 ഇൻറ്റു 1 മൈനസ് ലാംഡ വേരിയൻസ് ഓഫ് T2 എന്ന് വരും. ഈ 2ഉം 2ഉം നമുക്ക് കട്ട് ചെയ്ത് കളയാം. അപ്പോൾ ലാംഡ വേരിയൻസ് ഓഫ് T1 ഈക്വൽ ടു 1 മൈനസ്, ഇതിനകത്തേക്ക് മൾട്ടിപ്ലൈ ചെയ്ത് കഴിഞ്ഞാൽ വേരിയൻസ് ഓഫ് T2 മൈനസ് ലാംഡ വേരിയൻസ് ഓഫ് T2 എന്ന് എഴുതാം. ഇനി ലാംഡേൻ്റെ ടേമുകൾ ഒരുമിച്ച് എഴുതാണ്. എന്നിട്ട് ലാംഡ ഔട്ട്സൈഡ് എടുക്കുകയാണ്. അപ്പോൾ എങ്ങനെ വരും? ലാംഡ ഇൻറ്റു വേരിയൻസ് ഓഫ് T1 പ്ലസ് വേരിയൻസ് ഓഫ് T2 ഈക്വൽ ടു വേരിയൻസ് ഓഫ് T2 എന്ന് വന്നു. അതായത് ലാംഡ എന്ന് പറയുന്നത് വേരിയൻസ് ഓഫ് T1 പ്ലസ് വേരിയൻസ് ഓഫ് T2 ബൈ വേരിയൻസ് ഓഫ് T2 എന്ന് കിട്ടി. അപ്പോൾ നമ്മളോട് ലാംഡേൻ്റെ വാല്യൂ ആണ് കണ്ടുപിടിക്കാൻ പറഞ്ഞത്. നമുക്ക് ലാംഡേൻ്റെ വാല്യൂ കിട്ടി. പക്ഷെ ഇത് ഈ വേരിയൻസ് ഓഫ് ടീനെ മിനിമൈസ് ചെയ്യുന്നുണ്ടോ നോക്കണം. അപ്പോൾ ഇവിടെ നമ്മൾ ഫസ്റ്റ് ഡെറിവേറ്റീവ് കണ്ടു. ഇനി നമുക്ക് ഇതിൻ്റെ സെക്കൻഡ് ഡെറിവേറ്റീവ് കണ്ടു നോക്കാം. അപ്പോൾ എങ്ങനെ വരും? വി ഡബിൾ ഡാഷ് ഓഫ് ടി എന്ന് പറയുന്നത് 2 ഇൻറ്റു വേരിയൻസ് ഓഫ് T1 മൈനസ്, ഇവിടെ ഒരു മൈനസ് ഉണ്ട്, ഈ 1 ഇൻറ്റു വേരിയൻസ് ഓഫ് T2 എന്ന് പറയുന്ന കോൺസ്റ്റന്റ് ടൈം ആണ്. അപ്പോൾ അതിന്റെ ഡെറിവേറ്റീവ് 0 ആണ്. പിന്നെ ഉള്ളത് ഒരു 2 ഉണ്ട്, 2 ഇൻറ്റു മൈനസ് ലാംഡ ഇൻറ്റു വേരിയൻസ് ഓഫ് T2 ആണ്. അപ്പോൾ അതെങ്ങനെ വരും? പ്ലസ് 2 ഇൻറ്റു വേരിയൻസ് ഓഫ് T2. നമുക്കറിയാം വേരിയൻസ് ഓഫ് T1ഉം വേരിയൻസ് ഓഫ് T2ഉം ഗ്രേറ്റർ ദാൻ 0 ആണ്. ഇവിടെ ലാംഡേന്റെ ടേം ഒന്നുമില്ല, ലാംഡയ്ക്ക് ഈ വാല്യൂ ഇട്ട് കൊടുക്കാൻ വേണ്ടി. അപ്പോൾ ഇത് രണ്ടും ഗ്രേറ്റർ ദാൻ 0 ആയതുകൊണ്ട് ഇത് നമുക്ക് എന്താന്ന് പറയാം? ഗ്രേറ്റർ ദാൻ 0 ആണെന്ന് പറയാം. അപ്പോൾ സെക്കൻഡ് ഡെറിവേറ്റീവ് ഗ്രേറ്റർ ദാൻ 0 ആയി. അപ്പോൾ ലാംഡ എന്ന് പറയുന്നത് എന്താവും? മിനിമം ആവും. അതായത് വേരിയൻസ് ഓഫ് ടിക്ക് മിനിമം വാല്യൂ വരുന്നത് എപ്പോഴാണ്? ലാംഡ ഈക്വൽ ടു വേരിയൻസ് ഓഫ് T1 പ്ലസ് വേരിയൻസ് ഓഫ് T2 ഡിവൈഡഡ് ബൈ വേരിയൻസ് ഓഫ് T2 എന്ന് ഈ എസ്റ്റിമേറ്ററിൽ വരുമ്പോഴാണ് വേരിയൻസ് ഓഫ് ടി എന്താവുന്നത്? മിനിമം ആകുന്നത്.